തൃശ്ശൂരിലെ ശബ്ദരേഖ വിവാദത്തിൽ കടുത്ത നടപടികളിലേക്ക് പോവുകയാണ് CPM. ഇന്നലെയാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയായ VP ശരത് പ്രസാദിന്റെ ഓഡിയോ പുറത്തു വന്നത്. അതായത് ജില്ലയിലെ മുതിർന്ന നേതാക്കളെക്കുറിച്ചുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. ആദ്യഘട്ടത്തിൽ ശരത് പ്രസാദ് ഇത് സമ്മതിക്കുകയും ചെയ്തിരുന്നു തൻ്റെ ഓഡിയോ ആണെന്ന്. പിന്നീട് വൈകുന്നേരം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത് തൻ്റേതല്ല എന്ന് നിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ CPM കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. 3 ദിവസത്തിനകം ഇതിൽ വിശദീകരണം എഴുതി നൽകാനാണ് CPM ജില്ലാ സെക്രട്ടറി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിരിക്കുന്നത്. ഈ ശരത് പ്രസാദിന്റെ വിശദീകരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമല്ല എങ്കിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വരെ ശരത് പ്രസാദിനെ നീക്കാനും സാധ്യതകൾ ഏറെയുണ്ട്. അതേസമയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉണ്ടായിരുന്നത് MK കണ്ണനും അതുപോലെ തന്നെ AC മൊയ്തീനും ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയാണ്. MK കണ്ണൻ ഇന്നലെ തന്നെ രംഗത്ത് വന്നിരുന്നു. അത് നിഷേധിച്ചുകൊണ്ട് AC മൊയ്തീനും ഓഡിയോ സന്ദേശത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ വാസ്തവമല്ല എന്ന് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഫണ്ട് പിരിക്കുന്നതിന് വ്യക്തികൾ പോയി ഫണ്ട് പിരിക്കാറില്ല. പാർട്ടി ഫണ്ട് പിരിക്കുന്നത് കൂട്ടായി പാർട്ടി തീരുമാനത്തിൻ്റെ ഒറ്റയ്ക്ക് പോയി പിരിക്കാതെ നേതാക്കൾ ഒരുമിച്ച് പോയിട്ടാണ് ചെയ്യാറുള്ളത്. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് പാർട്ടി കണക്കും കൊടുക്കുന്നുണ്ട്. എന്തായാലും ശബ്ദരേഖ വിവാദം തൃശ്ശൂരിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന് CPM-നെ അടിക്കാൻ ഒരു വടിയായി തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം തന്നെ പാർട്ടിക്കകത്തും ഇത് വലിയ ചർച്ചയാകുന്നുമുണ്ട്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.